പാപത്തിന് ശിക്ഷയുണ്ട്. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 21 അധ്യായം 2-ാമത്തെ വചനം പറയാണ്, ഒരു പാപവും ശിക്ഷിക്കപ്പെടാതെ പോകില്ല. ഒരു പാപവും ശിക്ഷിക്കപ്പെടാതെ പോകില്ല. എല്ലാ പാപത്തിനും ശിക്ഷയുണ്ട്. സങ്കീർത്തനം 39 അധ്യായത്തിൽ വചനം പറയുന്നത് എന്താണെന്നറിയാവോ? പാപം മൂലം കർത്താവ് നിന്നെ ശിക്ഷിക്കുമ്പോൾ നിനക്ക് വേണ്ടപ്പെട്ടതിനെയെല്ലാം കർത്താവ് കീടത്തെ പോലെ നശിപ്പിച്ചു കളയുന്നു എന്നാ പറയുന്നത്. അപ്പോ പാപത്തിന് ശിക്ഷയുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പാപത്തിന്റെ മുഴുവനും ശിക്ഷ കർത്താവ് കാൽവരിയുടെ നെറുകയിൽ നമുക്ക് വേണ്ടി ചുമന്നു മാറ്റി, വഹിച്ചു മാറ്റി എന്നുള്ളതാണ് പാപത്തിന് ശിക്ഷയുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. പാപമോചനം സ്വർഗം നമുക്ക് സൗജന്യമാക്കി തന്നത് പാപത്തിന്റെ പരിഹാരമായ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തിട്ട് ആ വില കർത്താവ് കാൽവരിയിൽ കൊടുത്തിട്ടാണ് എനിക്ക് നിങ്ങൾക്കിത് സൗജന്യമായിട്ട് തന്നത്. സൗജന്യമായിട്ട് പോലും പാപമോചനം തന്നിട്ട്, നിത്യരക്ഷ തന്നിട്ട് അത് സ്വീകരിക്കാൻ പോലും വിസമ്മതിക്കുന്നവരെ കാണുമ്പോൾ വല്ലാത്ത ഭാരം തോന്നിയിട്ടുണ്ട്, വല്ലാത്ത സങ്കടം തോന്നിയിട്ടുണ്ട്.